ഇസ്രായേലിനെ വരിഞ്ഞു കെട്ടുന്ന നടപടികൾ കരുത്തോടുകൂടി നടപ്പിലാക്കുകയാണ് ഇറാൻ. അത് ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ പോരാടുകയോ ഇസ്രായേലിനെതിരെ നേരിട്ടുള്ള ആക്രമണവും അല്ല. ഇറാൻ ശ്രമിക്കുന്ന മറ്റ് വഴികളാണ്. നമുക്കറിയാം, റഷ്യയുമായിട്ടുള്ള ഇറാൻ്റെ സൗഹൃദമൊക്കെ അതിൽ ഒരു ഫലം ചെയ്യുന്ന കാര്യമാണെങ്കിലും ഇറാനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അറബ് രാജ്യങ്ങളുടെ വിശ്വാസ്യത പരിപൂർണമായി പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. നമുക്കറിയാം, ബ്രിക്സ് രാജ്യങ്ങളുടെ ആ ഒരു സമ്മേളനത്തിൽ ഇറാനും അതുപോലെ തന്നെ എത്യോപ്യയും ഒക്കെ ഇപ്പോൾ അവിടെ താൽക്കാലിക പദവി അവർക്കുണ്ട്. ആ രാജ്യങ്ങൾക്ക് കൂടി അംഗത്വം കൊടുത്തിട്ടുണ്ട്. ബ്രിക്സിനെ സംബന്ധിച്ചിടത്തോളം, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകം എന്നത് സമാന്തരമായിട്ടുള്ള ഒരു കറൻസി സിസ്റ്റം അന്താരാഷ്ട്ര വ്യാപാര മേഖലയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇറാൻ്റെ ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്നത് അവരുടെ ഇമ്പോർട്ടിങ് എണ്ണ വ്യാപാരമാണ്. എണ്ണ വ്യാപാരം മാത്രമല്ല, മറ്റ് സാമഗ്രികൾ, ഇറാൻ്റേതായിട്ടുള്ള പ്രോഡക്റ്റുകളുണ്ട്. അതിനൊക്കെ താരിഫ് ഏർപ്പെടുത്തി അതിനെയൊക്കെ പരമാവധി ഡീഗ്രേഡ് ചെയ്യാൻ അമേരിക്ക പല രാജ്യങ്ങളെയും കൂട്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട്. UN-ൽ ഇതൊക്കെ ചർച്ചാ വിഷയമാകാൻ ഒരു രീതിയിലും അമേരിക്കയോ മറ്റു രാജ്യങ്ങളോ സമ്മതിക്കാതിരിക്കുന്നുമുണ്ട്. ഇവിടെ ഇറാൻ്റെ ഒരു പുതിയ വഴി എന്ന് പറയുന്നത്, നമുക്കറിയാം, ചബഹർ തുറമുഖവുമായി ബന്ധപ്പെട്ട് ചബഹർ തുറമുഖത്തെ ആക്രമിക്കാനും ചബഹർ തുറമുഖവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അമേരിക്കയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു ഉൾഭയമുണ്ട്. എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ കൂട്ടുപിടിച്ചുകൊണ്ട് അമേരിക്ക സൈനിക താവളം സജ്ജീകരിക്കാൻ തയ്യാറാകുന്നത്? അതും ചൈനീസ് ഒക്കുപ്പൈഡ് ആയിട്ടുള്ള ടെറിട്ടറികളിൽ എന്തുകൊണ്ട് ആക്രമിക്കാനുള്ള പദ്ധതി പാകിസ്ഥാൻ്റെ അറിവോടുകൂടി, അതായത് പാകിസ്ഥാൻ്റെ ആർമി ജനറലായ അസിം മുനീറിൻ്റെ സഹായത്തോടു കൂടി ശ്രമിക്കുന്നു? ഇറാൻ പാകിസ്ഥാനെതിരായി ശക്തമായി തന്നെ പറയുന്നു, നിങ്ങൾ അമേരിക്കയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ അറബ് രാജ്യങ്ങളും അതുപോലെ തന്നെ തുർക്കിയും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളും ഒറ്റപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അമേരിക്കയുടെ നയങ്ങൾ എന്ന് പറയുന്നത് അത് ബിസിനസ് പരമായി മാത്രമേ ഉള്ളൂ. സ്ഥിരം സൗഹാർദ്ദമോ മനസ്സാക്ഷി കാത്തുസൂക്ഷിക്കുന്നവരോ അല്ല അമേരിക്കൻ ഭരണകൂടത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന, പ്രത്യേകിച്ചും റിപ്പബ്ലിക് ഭരണകൂടം. ഡെമോക്രാറ്റുകളെ പോലും അല്പമെങ്കിലും നെറിയുള്ളവർ എന്ന് പറയാം, എന്നാൽ റിപ്പബ്ലിക്കൻകാരെ ആ രീതിയിൽ പോലും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെയാണ് കൂടുതൽ സജ്ജീകരണങ്ങളുമായി ഇറാൻ ഇറങ്ങുന്നത്. പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക, പാകിസ്ഥാൻ്റെ നയങ്ങൾ എന്തൊക്കെയെന്ന് അറബ് രാജ്യങ്ങളോട് വിശദീകരിക്കുകയാണ് ഇറാൻ. ഇറാനും ഇന്ത്യയും കൂടുതൽ സൗഹൃദത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നയങ്ങളുമായി എത്തുകയാണ്. നമുക്കറിയാമല്ലോ, ടെററിസത്തിൻ്റെ, ഭീകരവാദത്തിൻ്റെ മൊത്ത വ്യാപാരികളായ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനം ഒരു കാലത്തും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പാകിസ്ഥാനിൽ ഏതൊക്കെ ഭരണകൂടം ജനാധിപത്യ രീതിയിലായിരുന്നാലും പട്ടാള അട്ടിമറിയിലൂടെ മുഷറാഫ് അല്ല അസിം മുനീർ ഭരണത്തിലേക്ക് വന്നാലും അമേരിക്ക അവരെ സ്വാഗതം ചെയ്തിട്ടേ ഉള്ളൂ. അമേരിക്കയ്ക്ക് ആയുധങ്ങൾ വിൽക്കണം, അതിനുള്ള ഹബ്ബുകൾ തുറക്കണം, അമേരിക്കയുടെ ഏഷ്യയിലെ ഇൻ്റർഫിയറൻസ് കൂടണം. അതിന് പാകിസ്ഥാൻ സഹായം ചെയ്യുകയാണ്. അമേരിക്കയ്ക്ക് ഇറാൻ തകർന്നു കിട്ടണം, അതിന് പാകിസ്ഥാൻ സഹായിക്കാൻ കൂട്ടുനിൽക്കുകയാണ്. ഇതാണ് ഇറാൻ അറബ് രാജ്യങ്ങളോടും ഇസ്ലാമിക രാജ്യങ്ങളോടും വിശദീകരിക്കുന്നത്.